സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. മുന്തിരിത്തോപ്പിലെ സോഫിയ ഭാഗം 1. ബാംഗ്ലൂർ സിറ്റിയുടെ അതിർത്തിയിലെത്തി ടാങ്കർ ലോറി മൈസൂർ റോഡിലേക്ക് കടന്നു. റോഡിന്റെ ഇരുവശത്തും സ്ട്രീറ്റ് ലൈറ്റുകൾ വരിയായി പ്രകാശിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. സോളമൻ വണ്ടിയുടെ വേഗത വർദ്ധിപ്പിച്ചു. സോഫിയ, ഡ്രൈവിംഗിൽ നിന്ന് ശ്രദ്ധ തിരിക്കാതെ അയാൾ വിളിച്ചു. എന്തോ മന്ത്രിക്കും പോലെ അയാളുടെ കാതിനു പിന്നിൽ അവൾ വിളികേട്ടു. ഇരു കൈകൾ കൊണ്ട് പിന്നിൽ നിന്ന് സോളമന്റെ കഴുത്തിൽ പിടിച്ച് അയാളുടെ ശരീരത്തിലേക്ക് മാറിടങ്ങൾ അമർത്തി സ്വപ്നത്തിലെന്ന പോലെ ഇരിക്കുകയായിരുന്നു അവൾ. തണുക്കുന്നുണ്ടോ നിനക്ക്? ഇല്ല. അയാളുടെ ചുവന്ന കമ്പിളിഷാൾ കൊണ്ട് അവൾ ചുമൽ പുതച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ക്യാബിനിലേക്ക് അടിച്ചു കയറുന്ന ശീതക്കാറ്റിൽ അവളുടെ ശരീരം വിറകൊള്ളുന്നത് അയാൾക്കറിയാൻ കഴിഞ്ഞു. ഒരു കൈ നീട്ടി സോളമൻ വിൻഡോ ഗ്ലാസ് അടച്ചു. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല, അവൾ പറഞ്ഞു. എന്ത്? ഈ രാത്രിയിൽ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ? എന്നെ രക്ഷിച്ചു കൊണ്ടുപോകാൻ സോളമൻ വന്നല്ലോ. ശബ്ദമുണ്ടാക്കാതെ സോഫിയ കരഞ്ഞു. ചൂടുള്ള കണ്ണീർ തുള്ളികൾ അയാളുടെ കഴുത്തിലേക്ക് വീണു. സോഫിയ, എന്തോ? ഉത്തമഗീതത്തിലെ 8-ാം അധ്യായം 12-13 വാക്യങ്ങൾ നിനക്ക് ഓർമ്മയില്ലേ? 1000 തവണ ഞാൻ വേദപുസ്തകമെടുത്ത് വായിച്ചിട്ടുള്ള വാക്യങ്ങളല്ലേ അത്. മരിച്ചാലും മറക്കാൻ പറ്റില്ല എനിക്ക് ആ വാക്യങ്ങൾ. എങ്കിൽ എനിക്ക് വേണ്ടി ഒരിക്കൽ കൂടി നീ അതൊന്ന് പറഞ്ഞേ. സോഫിയ കൈ ഉയർത്തി കവിളിൽ നിന്ന് കണ്ണീർ തുടച്ചു കളഞ്ഞു. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവളി തളിർത്തു പൂവിടരുകയും മാതളനാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എന്റെ പ്രേമം തരും. മതി. അയാൾ തൃപ്തിയോടെ ചിരിച്ചു. മുന്നിൽ 2 ട്രക്കുകൾ പോകുന്നുണ്ടായിരുന്നു. അയാൾ അവയെ മറികടന്നു പോകാൻ ആഗ്രഹിച്ചില്ല. നമ്മൾ ഗ്രാമത്തിലേക്കാണോ പോകുന്നത്? നിഷ്കളങ്കമായിരുന്നു അവളുടെ സ്വരം. അല്ല. പിന്നെ? ബൈബിളിലെ സോളമന് ബാൽഹമോനിൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ആ മുന്തിരിത്തോട്ടം അവൻ കാവൽക്കാരെ ഏൽപ്പിച്ചു. അതിന്റെ പാട്ടമായ ഓരോരുത്തർ 1000 പണവീതം കൊണ്ടുവരേണ്ടിയിരുന്നു. സോഫിയ കൗതുകപൂർവ്വം അത് കേട്ടിരുന്നു. എന്റെ മുന്തിരിത്തോട്ടം എന്റെ കൈവശമിരിക്കുന്നു. അവിടേക്കാണ് സോഫിയ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്. അറിയാമോ, 56 ഏക്കർ നിറയെ മുന്തിരിത്തോട്ടം. ശലോമോനെ, നിനക്ക് 1000-ഉം ഫലം കാക്കുന്നവർക്ക് 200-ഉം ഇരിക്കട്ടെ. എന്റെ പ്രിയ, നീ പരിമള പർവ്വതത്തിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യനായി ഓടിപ്പോക, അവൾ മന്ത്രിച്ചു. ടാങ്കർ ലോറി മൈസൂർ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരുന്നു. വാതിലിൽ ആരോ മൃദുവായി മുട്ടുന്നത് കേട്ടുകൊണ്ടാണ് ആന്റണി കണ്ണുകൾ തുറന്നത്. എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ ആരോ വാതിൽ തുറന്ന് മുറിയിലേക്ക് കയറി വന്നു. മങ്ങിയ ഇരുട്ടിലും അത് മേരിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആന്റപ്പന് ഉറക്കമാണോ? താഴ്ന്ന സ്വരത്തിൽ അവൾ ചോദിച്ചു. അല്ല, എഴുന്നേൽക്കാതെ അവൻ പറഞ്ഞു. അവന്റെ കിടക്കയുടെ വക്കിലേക്ക് മേരി മെല്ലെയിരുന്നു. സോളമൻ ഇങ്ങനെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല. കിടക്കയിൽ ഒരു നിഴൽ രൂപം പോലെ ഇരുന്നു കൊണ്ട് മേരി സംസാരിച്ചു. നൈറ്റ് ഗൗൺ ആയിരുന്നു അവളുടെ വേഷം. എനിക്ക് സംശയമുണ്ടായിരുന്നു. കൊച്ചിനോട് അവൻ അങ്ങനെ പറഞ്ഞായിരുന്നോ? ആശ്ചര്യത്തോടെ അവൾ ചോദിച്ചു. ഇപ്പോഴെങ്ങുമല്ല, മുമ്പ്. അവൾ എന്റെ പെണ്ണാണെന്നും മുന്തിരിത്തോട്ടത്തിലേക്ക് അവളെ കൊണ്ടുപോകുമെന്നും റീതാമാവി എതിർപ്പ് പറഞ്ഞ കാലത്തായിരുന്നു അത്. മേരി ഒരു നിമിഷം നിശബ്ദയായിരുന്നു. എന്നാലും രണ്ടാനപ്പൻ നശിപ്പിച്ചൊരു പെണ്ണിനെ സമ്മതിക്കും സോളമനെ. പിന്നെ അവൾ പറഞ്ഞു, അതാണ് യഥാർത്ഥ പ്രേമം, സോളമനിച്ചായന്റെ മഹത്വവും. മേരി അവന്റെ കൈയെടുത്ത് മടിയിൽ വെച്ചു. എന്നിട്ട് വിരലുകൾ ഓരോന്നായി ഓമനിച്ചു. പക്ഷേ റീതാമാവി കരച്ചിലോട് കരച്ചിലാണ്. പെറ്റമ്മയ്ക്ക് സഹിക്കുമോ? ആന്റണി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. റീതാമാവി എന്തെങ്കിലും പറഞ്ഞോ മേരിയോട്? ഇല്ല. അപ്പത്തന്നെ മുറിയിൽ കയറി വാതിലടിച്ചതല്ലേ. ഇന്നുറങ്ങാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ കാപ്പിട്ടോണ്ട് ചെന്ന് വിളിച്ചപ്പം അകത്ത് ഏങ്ങലടിക്കുന്ന ശബ്ദം. വിളിച്ചിട്ട് കതക് തുറന്നില്ല. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇപ്പോഴങ്ങോട്ട് പോണ്ട, കൊച്ചവിടെ ഇരിക്ക്, അവൾ അവന്റെ കയ്യിൽ പിടിച്ചു. അല്ല മേരി, എനിക്ക് റീതാമാവിയോടൊന്ന് ഒന്ന് സംസാരിക്കണം. അവൻ അവളുടെ കൈ പിടിവിച്ച് പുറത്തേക്കിറങ്ങിപ്പോയി. മേരി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അവൾ പിന്നെ അവന്റെ മെത്തയിലേക്ക് മെല്ലെ കിടന്നു. ഹാളിലെ ലൈറ്റിട്ടിട്ട് ആന്റണി വേഗം റീതാമാവിയുടെ മുറിയിലേക്ക് പോയി. വാതിലടച്ചിരിക്കുകയായിരുന്നു. അവൻ വാതിലിനോട് ചെവി ചേർത്ത് വെച്ച് നോക്കി. ഉറങ്ങിയെങ്കിൽ ശല്യപ്പെടുത്തണ്ട. അകത്ത് ഇടവിട്ട് തേങ്ങലുകൾ ഉയരുന്നത് അവൻ കേട്ടു. ഇപ്പോൾ ആരോടെങ്കിലും സംസാരിക്കാൻ സാധിച്ചാൽ റീതാമാവിക്ക് ആശ്വാസം കിട്ടും. ആന്റണി വാതിലിൽ മെല്ലെ മുട്ടി. റീതാമാവി, വാതിൽ തുറക്ക്, ഇത് ആന്റപ്പനാ. ഉടൻ തന്നെ വാതിൽ തുറക്കപ്പെട്ടു. മുറിയിൽ നല്ല വെളിച്ചമുണ്ടായിരുന്നു. കൈനീളമുള്ള രോമക്കുപ്പായവും അതിന്റെ മീലെ ഷോളും ധരിച്ചിരുന്നു റീതാമാവി. ഷോളിൽ കണ്ണീർ വീണതിന്റെ നനവ് ആന്റണി കണ്ടു. എന്താ എന്റെപ്പാ? അവർ ചോദിച്ചു. റീതാമാവി കരയുകയായിരുന്നോ?
മറുപടി പറയാതെ അവർ അവനെ ഒന്ന് നോക്കി. നീ ഇരിക്കേ. അവനൊരു കസേരയിലിരുന്നു. അപ്പോൾ ക്ലോക്കിൽ 2 മണി അടിച്ചു. കരയുകയായിരുന്നടാ. സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ട്, റീത്താമാവി പറഞ്ഞു. മനസ്സിലാകാത്ത മട്ടിൽ അവരെ നോക്കി. എന്റെ സോളമനെ പറ്റി എനിക്കിപ്പം അഭിമാനമാ തോന്നുന്നേ. ആപത്തിലും അവൻ ആ കുട്ടിയെ കൈവിട്ടില്ലല്ലോ. ആണത്തമുള്ളവന് അവൻ, അവന്റെ പപ്പയെപ്പോലെ. ഷോളിന്റെ തുമ്പെടുത്ത് അവർ കണ്ണുകൊളുപ്പി. കസേരയുടെ പിന്നിലേക്ക് വന്ന് നിന്ന് മേരി റീത്താമാവിയെ നോക്കി. പപ്പയുടെ മോന സോളമനെന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനാ റീത്താമാവി കരഞ്ഞു വിളിച്ചത്? അവൾ ചോദിച്ചു. ഞങ്ങളുടെ വീട്ടുകാർ തമ്മിൽ ഇടഞ്ഞു നിന്നെങ്കിലും ഒടുവിൽ അന്തസ്സായിട്ട് തന്നെയാ കെട്ട് നടത്തിയേ. സോളമന്റെ ഒറ്റ മോന. വിളിച്ചു ചൊല്ലലും മനസ്സമ്മതവും വിവാഹ ശുശ്രൂഷയും ഒന്നുമില്ലാതെ അവനൊരു പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോയി താമസിപ്പിക്കുന്നത് മനോവിഷമം ഉണ്ടാക്കത്തില്ലോടി. മേരിക്ക് അതിന് മറുപടിയില്ലായിരുന്നു. നീ ചെന്ന് കുറച്ച് കാപ്പി ഇട്ടോണ്ട് വാ. ഈ തണുപ്പത്ത് ഇത്തിരി ചൂട് കാപ്പി കുടിച്ചാ ഒരു സുഖം കിട്ടും. കിച്ചണിലേക്ക് പോകും മുമ്പ് ആന്റണിയുടെ ചുമലിൽ മേരി ഒന്ന് തോണ്ടി. കൊച്ചും കൂടെ വാ. കുറച്ചുനേരം ഒറ്റയ്ക്കിരുന്ന റീത്താമാവിക്ക് മനസ്സിന് സ്വസ്ഥത കിട്ടും. അവൾ റീത്താമാവിയെ ഒന്ന് നോക്കി. അവർ ഏതോ ചിന്തയിൽ മുഴുകി കണ്ണുകളടച്ചിരിക്കുകയായിരുന്നു. അവൻ മെല്ലെ എഴുന്നേറ്റ് മേരിയുടെ പിന്നാലെ ചെന്നു. കിച്ചണിൽ ചെന്നപ്പോൾ അവൾ പെട്ടെന്ന് പിന്തിരിഞ്ഞു നിന്ന് ആന്റണിയെ നോക്കി. അവളുടെ കണ്ണുകളിൽ പൂത്തുലഞ്ഞ ചിരി അവൻ കണ്ടു. തൊണ്ടയുണങ്ങുന്നതും നെഞ്ചെടുപ്പിന്റെ വേഗത ഉയരുന്നതും അവൻ പെട്ടെന്നറിഞ്ഞു. എന്തോ നിലത്തേക്ക് ശബ്ദത്തോടെ വീഴുന്നത് കേട്ടുകൊണ്ടാണ് റോസി പൈലോക്കാരൻ ഞെട്ടി ഉണർന്നത്. അവർ എഴുന്നേറ്റ് ലൈറ്റിട്ടു. പോൾ പൈലോക്കാരന്റെ കിടക്ക ശൂന്യം. ഒരേ മുറിയിൽ 2 കട്ടിലുകളിലാണ് കുറെ കാലമായി അവരുടെ ഉറക്കം. റോസി വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി ചെന്നു. വരാന്തയിൽ വെളിച്ചമുണ്ട്. ചെന്നു നോക്കിയപ്പോൾ പോൾ പൈലോക്കാരൻ മദ്യപിച്ച് ബോധം നശിച്ച് കസേരയിൽ നിന്ന് നിലത്തേക്ക് വീണ് കിടക്കുന്നു. സമീപത്ത് തന്നെയുണ്ട് ഒഴിഞ്ഞ ബ്രാൻഡിക്കുപ്പിയും ഗ്ലാസും. സോഫിയയെ സോളമൻ കൊണ്ടുപോയപ്പോൾ തുടങ്ങിയ കുടിയാണ്. ഇതെന്തൊരു കിടപ്പാ, ഒന്ന് എഴുന്നേറ്റേ. റോസി നിലത്ത് മുട്ടുകുത്തി നിന്ന് അയാളെ കുലുക്കി വിളിച്ചു. ഞരങ്ങുകയും മൂളുകയും ചെയ്തതല്ലാതെ അയാൾ കണ്ണു തുറന്നില്ല. അവർ അയാളെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ വല്ലാത്ത ഭാരം. അവർ എലിസബത്തിന്റെ മുറിയിലേക്ക് ചെന്നു. അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. റോസി അവളെ വിളിച്ചുണർത്തി. മോളെ, ഒന്ന് എഴുന്നേറ്റേ. ഡാൻഡി താണ്ടേ കുടിച്ച് ലെക്ക് കൊട്ട് വരാന്തേ കിടക്കുന്നു. നേരം വിളക്കുമ്പോൾ വാളുക കണ്ട മോശമല്ലയോ? നീയും കൂടെ വാ, നമുക്ക് പിടിച്ചോണ്ട് ചെന്ന് മുറി കിടത്താം. വേണ്ട, അവിടെ കിടക്കട്ടെ, നാട്ടുകാരൊക്കെ കാണട്ടെ. എലിസബത്തിന്റെ കോപം ശമിച്ചിരുന്നില്ല. മോളെ, റോസി നിസ്സഹായായി വിളിച്ചു. ആ സോളമനിച്ചാൻ എന്തായിരുന്നൊരു കുറവ്? ഡാഡി എന്തിനാ അതിനെതിരെ നിന്നത്? സന്തോഷത്തോടെ കെട്ട് നടത്തി കൊടുത്തായിരുന്നെങ്കിൽ ഇത് വല്ലതും സംഭവിക്കുമായിരുന്നോ? റോസിക്ക് ഒന്നും പറയാനില്ലായിരുന്നു. മമ്മി പോയി കിടന്നുറങ്ങ്, നേരം വിളക്കുമ്പോൾ താനെ എഴുന്നേറ്റ് വന്നോളൂ. അവളുടെ തല വീണ്ടും കമ്പിളിപ്പൊതുപ്പിനുള്ളിലേക്ക് അപ്രത്യക്ഷമായി. പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. റോസി ഒരു കമ്പിളിപ്പൊതുപ്പെടുത്ത് കൊണ്ടുവന്ന് പൈലോക്കാരനെ പൊതുപ്പിച്ചിട്ട് അകത്ത് ചെന്ന് കിടന്നു. നേരം വെളുത്തപ്പോൾ ആദ്യം ഉണർന്നത് എലിസബത്താണ്. അവൾ എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി വന്നപ്പോഴും പൈലോക്കാരൻ വരാന്തയിൽ മലർന്നു കിടപ്പുണ്ട്. വീടിന് മുമ്പിലുള്ള വേലി പൊളിഞ്ഞ് നിലത്ത് കിടക്കുന്നു. രാത്രിയിൽ സോളമനി ചായൻ അത് തകർത്ത് കയറി വന്നതാണ് സോഫിയെ കൊണ്ടുപോകാൻ. അവൾ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് റോസ് കോട്ടേജിലേക്ക് നോക്കി. മൂടൽമഞ്ഞിലൂടെ ആ വീട് കാണാം. അവിടെ ആരും ഉണർന്ന ലക്ഷണം അവൾ കണ്ടില്ല. പ്രാവുകൾ മാത്രം കുറുകിക്കൊണ്ട് മുറ്റത്ത് നടക്കുന്നു. തുടരു തന്നെ. പിന്നിൽ ഒരലർച്ച കേട്ട് അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി. മമ്മി വന്ന ഡാഡിയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചതാണ്. മമ്മി ഭയന്ന് മാറി നിൽക്കുന്നു. ഡാഡി എഴുന്നേറ്റ് വേച്ച് വെച്ച് അകത്തേക്ക് പോകുന്നു. അകലിൽ നിന്ന് ഒരു സ്കൂട്ടർ വരുന്നതിന്റെ ശബ്ദം അവൾ കേട്ടു. ബക്കച്ചന്റെ മോപ്പടാണ് വരുന്നതെന്ന് പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഇത്ര പുലർച്ചയ്ക്ക് ഇയാൾക്കുറക്കവുമില്ലേ? മോപ്പട വന്ന് മുറ്റത്ത് നിന്നു. ഗുഡ് മോർണിംഗ് എലിസബത്ത്, അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു. അവൾ നിർവികാരതയോടെ നിന്നതേയുള്ളൂ. ഡാഡി എഴുന്നേറ്റില്ലയോ? ഇല്ല, ഡാഡിയെ കാണണമെന്നില്ല. സോഫിയോടൊരു അത്യാവശ്യ കാര്യം പറയാനാ രാവിലെ ഞാനിങ്ങ് വന്നത്. അവളെ ഒന്ന് വിളിച്ചേ. അവൾ ഇവിടെ ഇല്ല, എലിസബത്ത് പറഞ്ഞു. വക്കച്ചന്റെ നെറ്റി ചുളിഞ്ഞു. എവിടെ പോയി? സോളമനിച്ചായന്റെ കൂടെ. അവരിപ്പം മൈസൂരിലെത്തിക്കാണും. വക്കച്ചൻ വിശ്വസിക്കാനാവാതെ നിന്നു. ടാങ്കർ ലോറി ഒരു കുലുക്കത്തോടെ നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് സോളമൻ തലതിരിച്ച് സോഫിയെ നോക്കി. ക്യാബിനുള്ള നീണ്ട സീറ്റിൽ കിടന്ന് അവൾ സുഖമായി ഉറങ്ങുന്നു. സോഫിയ, അയാൾ അവളുടെ ശിരസിൽ തൊട്ടു. അവൾ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. നമ്മൾ എവിടെയാണ്? സോളമന്റെ മുന്തിരിത്തൊപ്പിൽ. പെട്ടെന്ന് മുന്തിരിപ്പൂക്കളുടെ നേർത്ത സുഗന്ധം അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കി.
നോക്കത്താ ദൂരത്തോളം കണ്ണിന് കുളിർമയേകുന്ന ഹരിതാപം. കരിങ്കൽ തൂണുകളിൽ കമ്പി വലിച്ചു കിട്ടിയുണ്ടാക്കിയ പന്തലിൽ മുന്തിരിവള്ളികൾ സമൃദ്ധമായി വളർന്നു കിടക്കുന്നു. അവയ്ക്കിടയിൽ മുന്തിരിക്കുലകൾ തൂങ്ങിക്കിടക്കുന്നു. ഇറങ്ങ്. സോളമൻ അവളെ കൈപിടിച്ച് വണ്ടിയിൽ നിന്ന് നിലത്തേക്കിറക്കി. അവൾ അത്ഭുതത്തോടെ ചുറ്റും നോക്കി. മുന്തിരിത്തോട്ടത്തിൽ ജോലിക്കാർ പണിയെടുക്കുന്നുണ്ട്. മുന്തിരിവള്ളികൾ ഇളങ്കാറ്റിൽ തലയാട്ടുന്നു. തേനീച്ചകൾ ലഹരി പിടിച്ച് മൂളിപ്പാറി നടക്കുന്നു. ഞാൻ സ്വപ്നമാണോ ഈ കാണുന്നേ? അവൾ വിശ്വസിക്കാനാവാതെ സോളമനെ നോക്കി. അല്ല. അയാൾ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അപ്പോൾ അകലിൽ നിന്ന് ഒരു മധ്യവയസ്കൻ അവരുടെ അടുത്തേക്ക് ഓടി വന്നു. മാത്തച്ചായ, ഇതാരാണെന്ന് മനസ്സിലായോ? പുഞ്ചിരിയോടെ സോളമൻ ചോദിച്ചു. സോഫിയ. മാത്തച്ഛൻ നിന്നണച്ചു. ഇവളെ ഞാനിങ്ങ് കൊണ്ടുപോന്നു. വേറെ നിവൃത്തിയില്ലായിരുന്നു. അത് നന്നായി മോനെ. ഇത് മാത്തച്ചായൻ, എന്റെ കാവൽക്കാരൻ. സോളമൻ അയാളെ അവൾക്ക് പരിചയപ്പെടുത്തി. അറിയാം, ആൻഡപ്പൻ വന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ മന്ദഹസിച്ചു. അവർ ഫാം ഹൗസിന്റെ അടുത്തേക്ക് ചെന്നു. കരിങ്കൽ ഭിത്തിയും ചരിഞ്ഞ മേൽക്കൂരയുമുള്ള ഭംഗിയുള്ള കെട്ടിടമായിരുന്നു ഫാം ഹൗസ്. കടും നിറനിലത്തുള്ള പൂക്കൾ വിരിഞ്ഞ ധാരാളം ചെടികളുമുണ്ടായിരുന്നു അവിടെ. മാത്തച്ചായ, എനിക്ക് നല്ല വിശപ്പുണ്ട്. കഴിച്ചിട്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. ഇന്നലെ രാത്രിയിൽ ഒട്ടും ഉറങ്ങിയില്ല, സോളമൻ പറഞ്ഞു. ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. മാത്തച്ഛൻ രണ്ടുപേർക്കും ചോറും ആട്ടിറച്ചി കറിയും വിളമ്പി. രണ്ടുപേരും രുചിയോടെ ഉണ്ടു. സോഫിയയെ സോളമൻ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. വലിയ ഒരു കിടപ്പുമുറിയായിരുന്നു അത്. ആൻഡപ്പൻ വന്നപ്പോൾ ഈ മുറിയാണ് അവൻ ഉപയോഗിച്ചത്. സോഫിയയ്ക്ക് വേണ്ടുന്നതെല്ലാം ഇവിടെ ഉണ്ട്. കിടക്കണമെങ്കിൽ കിടന്നോ, ഞാനൊന്ന് ഉറങ്ങാൻ പോവാണ്. അവൾ തലകുലുക്കി. സോളമൻ പോയപ്പോൾ അവൾ വാതിലടിച്ചു. അവൾക്ക് ഉറക്കം വന്നില്ല. അവൾ മുറി മുഴുവൻ പരിശോധിച്ചു. ഒരു പെട്ടി നിറയെ അവൾക്ക് വേണ്ടി വിവിധ തരം വസ്ത്രങ്ങൾ വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നു സോളമൻ. ചൂടുവെള്ളത്തിൽ കുളിക്കണം, പുതിയ വസ്ത്രം ധരിക്കണം, മണവാട്ടിയായി ഒരുങ്ങണം. ഈ മുറിയാണ് മണിയറ. മണിയറ ഭംഗിയായി ഒരുക്കണം. സോളമൻ സന്ധ്യ വരെ കിടന്നുറങ്ങി. അയാൾ കുളി കഴിഞ്ഞ് വേഷം ധരിച്ചു വന്നപ്പോഴേക്കും മാത്തച്ഛൻ അത്താഴം ഒരുക്കിയിരുന്നു. സോഫിയ എവിടെ? സോളമൻ ചോദിച്ചു. മുറിയിലുണ്ട്. അവളെ വിളിക്ക്. മാത്തച്ഛൻ സോഫിയയെ വിളിച്ചുകൊണ്ട് വന്നു. കുളി കഴിഞ്ഞ് ധാരാളം ഫ്രില്ലുകളുള്ള വെള്ള സിൽക്കിന്റെ കുപ്പായമാണ് അവൾ ധരിച്ചിരുന്നത്. അവൾ മിഴികളിൽ മഷി എഴുതിയിരുന്നു. മുടിയിൽ കുന്തിരിക്കം പുകച്ചിരുന്നു. വിരലുകളിൽ മൈലാഞ്ചി ഇട്ടിരുന്നു. അവൾ ഒരു പ്രഭുകുമാരിയെപ്പോലെ സുന്ദരിയായിരുന്നു. സോഫിയ വരൂ, നമുക്ക് കഴിക്കാം. രണ്ടുപേരും അത്താഴം കഴിച്ചു. പുറത്ത് മങ്ങിയ നിലാവുണ്ടായിരുന്നു. അന്തരീക്ഷത്തിൽ തണുപ്പും കാറ്റിൽ മുന്തിരിയുടെ മണവുമുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ മണിയറ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണം കഴിഞ്ഞപ്പോൾ ലജ്ജയോടെ സോഫിയ പറഞ്ഞു. ഉവ്വോ? സോളമൻ ആശ്ചര്യപ്പെട്ടു. അവൾ അയാളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. മെഴുകുതിരി വെളിച്ചത്തിൽ അയാൾ ആ മണിയറ കണ്ടു. മെത്തയിൽ സൂര്യകമ്പളം വിരിച്ചിരിക്കുന്നു. മേശപ്പുറത്തെ താളത്തിൽ പലതരം പഴവർഗ്ഗങ്ങൾ. സ്ഫടിക പാത്രത്തിൽ പാല്. കാസ് നിറയെ വീഞ്ഞ്. മുറിയിൽ കുന്തിരിക്കത്തിന്റെയും അകിലിന്റെയും സുഗന്ധം. സോഫിയ അവന്റെ പ്രേമത്തിനായി കാത്തുനിന്നു. പ്രിയ, നിന്റെ അതിരങ്ങളാൽ എന്നെ ചുംബിക്ക. ഞാൻ പ്രേമപരവശയായിരിക്കിയാൽ മുന്തിരിയാട തന്ന് എന്നെ ശാക്തീകരിക്കുക. നാരങ്ങ തന്ന് എന്നെ തണുപ്പിക്കുക. സോളമൻ അവളെ ഒന്ന് നോക്കി. പ്രഭുകുമാരി, ചെരിപ്പെട്ടിരിക്കുന്ന നിന്റെ കാൽ എത്ര മനോഹരം. നിന്റെ ഉരുണ്ട നിതംബം തട്ടാന്റെ പണിയായ ഭൂഷണം പോലെ ഇരിക്കുന്നു. നിന്റെ നാഭി വട്ടത്തിലുള്ള പാനപാത്രം പോലെയാകുന്നു. അതിൽ കലക്കിയ വീഞ്ഞ് ഇല്ലാതിരിക്കുന്നില്ല. നിന്റെ സ്തനം രണ്ടും ഇരട്ട പിറന്ന രണ്ട് മാൻകുട്ടികൾക്ക് സമം. പക്ഷേ സോഫിയ, എനിക്കും നിനക്കും തമ്മിലെന്ത്? നീ എന്റെ ആരുമല്ല, ഞാനോ നിനക്കന്യൻ. നമുക്കൊന്നിച്ചുറങ്ങാൻ പറ്റില്ല. കിടന്നോളൂ. സോളമൻ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. രണ്ടാനപ്പൻ തന്റെ ചാരിത്രം നശിപ്പിച്ചതുകൊണ്ടാണോ? കണ്ണുകളിൽ നടുക്കത്തോടെ സോഫിയ നിന്നു. സോളമന്റെ പിന്നാലെ സോഫിയ ഓടിച്ചെന്നു. പക്ഷെ അയാൾ മുറിയിൽ കയറി വാതിലടിച്ച് തഴുതിട്ട് കളഞ്ഞു. സോളമ, കതകു തുറക്ക്, കതകു തുറക്ക്. അവൾ വാതിൽ തട്ടി ഉറക്കെ വിളിച്ചു. അയാൾ വാതിൽ തുറന്നില്ല. എന്തിനാണ് എന്നോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറുന്നത്? മുന്തിരിത്തോട്ടത്തിൽ കൊണ്ടുപോയി അവിടെ വെച്ച് നിന്റെ പ്രേമം എനിക്ക് തരാമെന്ന് പറഞ്ഞ് ആശിപ്പിച്ചിട്ട് എന്തിനാണ് പിന്നെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവൾ പൊട്ടിക്കരഞ്ഞു. പക്ഷെ അയാൾ വാതിൽ തുറന്നില്ല. സോഫിയ, ഇപ്പോൾ നമുക്ക് ഈ വിഷയം സംസാരിച്ചാൽ ശരിയാവത്തില്ല. എന്തുകൊണ്ട് ശരിയാവത്തില്ല? എനിക്കതറിയണം. ഒരിക്കൽ മനസ്സും ശരീരവും വ്രണപ്പെട്ടവളാണ് ഞാൻ. ഒരു തവണ കൂടി എനിക്കത് താങ്ങാനുള്ള ശേഷിയില്ല. വാതിൽ തുറക്ക് സോളമ, അവൾ അപേക്ഷിച്ചു. ഇല്ല സോഫിയ, ഈ രാത്രിയിൽ നീ ഇനി എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല. എനിക്ക് എന്നെ തന്നെ കൈവിട്ടു പോകും. അങ്ങനെ സംഭവിക്കരുത്. എന്നെ ഇഷ്ടമല്ലേ?
ഹൃദയവേദനയോടെ അവൾ ചോദിച്ചു. ഇഷ്ടമായതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ കൊണ്ടുവന്നത്. പിന്നെ എന്റെ ശരീരത്തെയാണോ വെറുക്കുന്നത്? എന്തിന്? ഞാൻ കന്യകയല്ലാത്തതുകൊണ്ട്. വാതിലിനപ്പുറത്ത് പെട്ടെന്ന് നിശബ്ദത. ഒരു നിമിഷം കഴിഞ്ഞ് സോളമന്റെ സ്വരം വന്നു. സോഫിയ, നേരം പുലരട്ടെ, നമുക്ക് സംസാരിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്. പോയി കിടന്നോളൂ. മുറിക്കുള്ളിലെ വെളിച്ചം പെട്ടെന്നണഞ്ഞു. സോഫിയ ഒരു പ്രതിമയെപ്പോലെ അവിടെ തന്നെ നിന്നു. മുന്തിരിപ്പൂക്കളുടെ സൗരഭ്യവുമായി ഒരു ഇളങ്കാറ്റ് വന്ന് അവളെ തഴുകിയിട്ട് പോയി. വിളറിയ നിലാവിലൂടെ ഒരു രാപക്ഷി വലിയ ചിറകുകൾ വീശി പറന്നുയർന്നു. സോഫിയ അവളുടെ മുറിയിലേക്ക് മെല്ലെ മടങ്ങി. അവൾ ഉള്ളിൽ കയറി വാതിലടിച്ചു. മെഴുകുതിരി വെളിച്ചത്തിൽ അവൾ ആ മണിയറ കണ്ടു. മെത്തയിൽ സൂര്യകമ്പളം, താലത്തിൽ പലതരം പഴങ്ങൾ, സ്ഫടികപാത്രത്തിൽ പാല്, കാസ് നിറയെ വീഞ്ഞ്, മുറിയിൽ കുന്തിരിക്കത്തിന്റെയും അകലിന്റെയും സുഗന്ധം. ഞാൻ എന്റെ പ്രിയന് വേണ്ടി ഒക്കെ ഒരുക്കി വെച്ചു. പക്ഷെ എന്റെ പ്രിയനോ പോയി കളഞ്ഞിരിക്കുന്നു. അവൾ മെത്തയിലേക്ക് കിടന്ന് കണ്ണുകളടിച്ചു. ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിൽക്കൽ എന്റെ പ്രിയന്റെ സ്വരം കേൾക്കാൻ കൊതിച്ച്. ജാലകപ്പടിയിലിരുന്ന ബൈബിളിനെക്കുറിച്ച് അപ്പോഴാണ് സോഫിയ ഓർത്തത്. നാളെ എന്തായിരിക്കാം സംഭവിക്കുക എന്നതിനെക്കുറിച്ച് ബൈബിൾ ഒരു ദൃഷ്ടാന്തം തന്നാലോ? വേഗം എഴുന്നേറ്റ് നിലത്തിഴയുന്ന അങ്കിയോടെ അവൾ ചെന്ന് ബൈബിൾ ഇരു കൈകൊണ്ടും എടുത്തു. ഒന്ന് ധ്യാനിച്ചിട്ട് വേദപുസ്തകം അവൾ രണ്ടായി തുറന്ന് കണ്ണുകൾ തുറക്കാതെ ഒരു ഭാഗത്തേക്ക് വിരൽ വെച്ചു. യെശയ്യാവ് 23 അധ്യായം 12 വാക്യമായിരുന്നു അത്. ആ വരികൾ വായിച്ച് അവൾ ഞെട്ടി. ബലാത്കാരം അനുഭവിച്ച കന്യകയായ സിയോൻ പുത്രി, ഇനി നീ ഉല്ലസിക്കുകയില്ല. എഴുന്നേറ്റ് കിത്തീമിലേക്ക് കടന്നു പോവുക. അവിടെയും നിനക്ക് സ്വസ്ഥത ഉണ്ടാകുകയില്ല എന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു. എന്തെങ്കിലും ഒരു ആശ്വാസവാക്യത്തിനായി അവളുടെ കണ്ണുകൾ താഴേക്കൊഴുങ്ങിയിറങ്ങി. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് യൂണിഫോം മാറ്റാൻ റെസ്റ്റ് റൂമിൽ വന്ന വക്കച്ചന്റെ കണ്ണുകൾ പോൾ പൈലോക്കാരന് വേണ്ടി അവിടെയാകെ തിരഞ്ഞു. നിരത്തിയിട്ട കട്ടിലുകളിൽ പലരും വിശ്രമിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പൈലോ ചേട്ടനെ കണ്ടായിരുന്നോ ജേക്കബേ? തലയണ ഉയർത്തിവെച്ച് ചാരിയിരുന്ന് വാരിക വായിക്കുന്ന ചെറുപ്പക്കാരനോട് അയാൾ ചോദിച്ചു. കുറച്ചു മുന്നേ വന്നായിരുന്നു. ഡ്രസ്സ് മാറിയിട്ട് പോവുകയും ചെയ്തല്ലോ. വാരികയിൽ നിന്ന് കണ്ണുകൾ എടുക്കാതെയാണ് ജേക്കബ് പറഞ്ഞത്. താനെന്തിനാ വക്കച്ചേനെ അയാളെ വാലെ തൂങ്ങി നടക്കുന്നേ? അയാളുടെ മോളെ ആണുങ്ങൾ കൊണ്ടുപോയില്ലയോ? കണ്ണുകൾ അടിച്ചു കിടന്നിരുന്ന തങ്കച്ചൻ ചോദിച്ചു. മറുപടി ഇല്ലാതെ വക്കച്ചൻ വിളറിയ മുഖത്തോടെ നിന്നു. അയാൾ വീട്ടിലെങ്ങും പോയി കാണത്തില്ല. സേവറിന്റെ ബാറിൽ കാണും. വക്കച്ചൻ വാച്ചിൽ നോക്കി. മണി 9 കഴിഞ്ഞു. 10 മണിയാകാതെ ബാർ അടയ്ക്കുകയില്ല. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഏതോ വണ്ടിയപ്പോൾ ചൂളം കുത്തി പുറപ്പെട്ടു. ഓവർ ബ്രിഡ്ജ് കയറി സ്റ്റേഷന്റെ പുറത്തു വന്ന് പാർക്കിംഗ് ഷെഡിൽ നിന്ന് വക്കച്ചൻ മോപ്പടെടുത്തു. രാത്രിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. സൈഡ് ബോക്സിൽ മങ്കി ക്യാപ്പും മഫ്ലറുമുണ്ട്. പക്ഷേ അതെടുക്കാൻ മെനക്കെടാതെ അയാൾ സേവ്യർ ഹോട്ടലിലേക്ക് സ്കൂട്ടർ വിട്ടു. റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ് സേവ്യറിന്റെ ഹോട്ടൽ. വണ്ടി ഒരൊഴിഞ്ഞ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് വക്കച്ചൻ ബാറിലേക്ക് കയറി ചെന്നു. നല്ല തിരക്കുണ്ടായിരുന്നു ഉള്ളിൽ. ഉച്ചത്തിലുള്ള സംസാരങ്ങൾക്കും സിഗരറ്റ് പുകൾക്കിടുമിടയിലൂടെ ചെന്ന് പോൾ പൈലോക്കാരനെ അയാൾ കണ്ടുപിടിച്ചു. ഒരു പെയിന്റ് റമ്മും പാതിയൊഴിഞ്ഞ ഗ്ലാസുമായി ഇരിക്കുകയായിരുന്നു പൈലോക്കാരൻ. എതിർവശത്ത് ഒഴിഞ്ഞുകിടുന്ന കസേരയിൽ വക്കച്ചൻ ഇരുന്നു. പൈലോക്കാരൻ അയാളെ ഒന്ന് തുറച്ചു നോക്കി. വേണേ നീയൊന്ന് ഒഴിച്ചു കുടിച്ചോടാ വക്കച്ച, നീ എനിക്ക് ഒരുപാട് മേടിച്ചു തന്നിട്ടതല്ലയോ? റമ്മിന്റെ കുപ്പി അയാൾ വക്കച്ചന്റെ മുന്നിലേക്ക് നീക്കിവെച്ചു. ഞാൻ കുടിക്കാൻ വന്നതല്ല, പിന്നെ സംസാരിക്കാനാ ഞാൻ വന്നേ. ഗ്ലാസ്സിലുണ്ടായിരുന്ന റം ഒറ്റ വീർപ്പിനകത്താക്കിയിട്ട് പൈലോക്കാരൻ വീണ്ടും ഒഴിച്ചു. എന്ത് സംസാരിക്കാൻ? ആ നശിച്ചവളെക്കുറിച്ച് എന്നോടൊന്നും പറയണ്ട. അതിനാ വന്നതെങ്കിൽ താനിരിക്കേണ്ട. പോ. പൈലോക്കാരൻ മുഖം ചുളിച്ചു. എങ്ങനെ പറഞ്ഞ എങ്ങനെ പോളേട്ട ഒക്കുന്നേ? സോഫിയെ കെട്ടിച്ചേരാമെന്ന് പറഞ്ഞ് എത്ര കാശ് എന്നോട് നിങ്ങൾ മേടിച്ചേ? എത്ര കുപ്പി കള്ളാ നിങ്ങൾ കുടിച്ചേ? എനിക്ക് ആശ തന്നിട്ടിപ്പം പറയുന്ന വർത്താനം കേട്ടില്ലോ. അവളെക്കുറിച്ച് പറയണ്ടാന്ന്. വക്കച്ചന് അരിശം വന്നു. അവള് പോട്ടേടാ. കെട്ടിക്കാറായ ഒരു പെണ്ണും കൂടി എന്റെ വീട്ടിലുണ്ട്. എന്റെ സ്വന്തം മോൾ എലിസബത്ത്. അവളെ ഞാൻ തനിക്ക് കെട്ടിച്ചു തരാം. എന്താ? വിശ്വസിക്കാനാവാതെ അയാൾ പൈലോക്കാരനെ തുറിച്ചു നോക്കി. പിന്നെ ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് കുറച്ച് റം പകർന്ന് വെള്ളം ചേർക്കാതെ മോന്തി. നേരാണോ പോളേട്ടാ നിങ്ങളെ പറയുന്നേ? പോൾ പൈലോക്കാരന് ഒരപ്പനെയുള്ളൂ, ചാണ്ടി പൈലോക്കാരൻ. അയാൾ റമ്മിന്റെ കുപ്പിയെടുത്ത് ബാഗിൽ വെച്ചു. നമുക്ക് പോകാം. കുറച്ച് സോഡ ഗ്ലാസ്സിലേക്ക് പകർന്ന് കുടിച്ചിട്ട് പൈലോക്കാരനൊപ്പം വക്കച്ചൻ ബാറിൽ നിന്നിറങ്ങി. അതിന് എലിസബത്ത് സമ്മതിക്കുമോ പോളേട്ടാ? എന്താ സമ്മതിക്കാതിരിക്കാൻ? അല്ല, അവൾക്ക് എന്നെ ഇഷ്ടപ്പെടുമോ? വക്കച്ചൻ പിന്നെയും സംശയിച്ചു. അവൾ എന്റെ മോളാടോ. അനുസരണയോടെ അവളെ ഞാൻ വളർത്തിയേ. ഇരുട്ടിൽ വക്കച്ചനൊന്ന് പുഞ്ചിരിച്ചു.
അയാളുടെ സ്കൂട്ടറിന്റെ പിന്നിൽ നിന്നാണ് പൈലോക്കാരൻ വീട്ടിലെത്തിയത്. അപ്പോൾ സോളമന്റെ വീട്ടിലെ ഒരു മുറിയിൽ മാത്രം വെളിച്ചമുണ്ടായിരുന്നു. മരവേലിയുടെ വെളിയിൽ സ്കൂട്ടർ നിന്നു. തന്നോട് ഇനി ഞാനൊരു രഹസ്യം പറയാം. വണ്ടിയിൽ നിന്ന് പൈലോക്കാരൻ ഇറങ്ങി. എന്നതാ പോളേട്ടാ? വക്കച്ചന്റെ ചെവിയിൽ അയാൾ ചിലതു പറഞ്ഞു. അയാൾ അത് കേട്ട് ഞെട്ടിപ്പോയി. നേരാണോ പോളേട്ടാ ഇത്? വിശ്വസിക്കാനാവാതെ അയാൾ ചോദിച്ചു. എന്റെ ചോറുണ്ട് അവൾ ഇത്രയും വളർന്നു വലുതായേ. അതിന്റെ അവകാശം എനിക്കില്ലയോ? അവളെ കൊണ്ടുപോയെങ്കിലും അവൻ കെട്ടത്തില്ല. അതിനുവേണ്ടി കൂടാ ഞാനങ്ങനെ ചെയ്തേ. അവന്റെ ആവശ്യം കഴിയുമ്പോൾ അവളെ വല്ല തെരുവിലേക്ക് മറക്കിവിടും. അവിടെ കിടന്ന് അവൾ കാശുണ്ടാക്കി ജീവിക്കും. പോൾ പൈലോക്കാരൻ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. ബക്കച്ചിന് ചിരി വന്നില്ല. സോളമൻ ഉണർന്നപ്പോൾ നേരെ വെളുത്തിരുന്നില്ല. കണ്ണു തുറന്ന അയാൾ കുറച്ചുനേരം വെറുതെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു. മാത്തച്ചായൻ ഒരു മഗ് നിറയെ ചൂടുകാപ്പി പകർന്ന് അയാൾക്ക് നൽകി. ആ കൊച്ചിതുവരെ ഉണർന്നില്ലയോ? മാത്തച്ചായൻ ചോദിച്ചു. നോക്കിയില്ല. പരിചയമില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് പേടിച്ചു കാണും, അയാൾ പറഞ്ഞു. പേടിക്കാൻ അവൾ തീരെ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. ആവി പറക്കുന്ന മഗ്ഗുമായി സോളമൻ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. പുറത്ത് മൂടൽമഞ്ഞും ഇരുട്ടും. മുന്തിരിത്തോട്ടം കാണാനില്ല. നേരം വെളുത്ത് കഴിഞ്ഞ് അയാൾ മുന്തിരിത്തോട്ടം മുഴുവൻ ചുറ്റിയടിച്ചു. വിളവെടുപ്പിന് കാലമാകുന്നു. പറ്റിയ സമയത്ത് തന്നെയാണ് സോഫിയെ കൊണ്ടുവന്നത്. പതിവ് സവാരി കഴിഞ്ഞ് സോളമൻ സോഫിയയെ തേടിച്ചെന്നു. അവളുടെ മുറിയുടെ വാതിൽ അടഞ്ഞുകിടക്കുകയായിരുന്നു. സോഫിയ, വാതിൽ തട്ടി അയാൾ മെല്ലെ വിളിച്ചു. അവൾ വിളി കേട്ടില്ല. ഉള്ളിൽ അനക്കവും കേട്ടില്ല. അയാൾ വാതിൽ മെല്ലെ തള്ളി നോക്കി. അകത്ത് കുട്ടിയിട്ടിട്ടില്ലായിരുന്നു. വാതിൽ മെല്ലെ തുറന്ന് സോളമൻ അകത്തേക്ക് കയറി. കിടക്ക ശൂന്യമായിരുന്നു. അയാൾ ഒന്ന് ഞെട്ടി. സോഫിയ, അയാൾ തെല്ലുറക്കെ വിളിച്ചു. അപ്പോഴാണ് ഭിത്തിക്കും കട്ടിലിനും ഇടയിലുള്ള സ്ഥലത്ത് സോഫിയ നിലത്ത് കിടക്കുന്നത് അയാൾ കണ്ടത്. മാറിൽ ചേർത്തു പിടിച്ച ബൈബിളുമായി തണുത്ത് വെറുങ്ങലിച്ച്. സോളമൻ നിലത്ത് മുട്ടുകുത്തി നിന്ന് അവളുടെ മാറിൽ നിന്ന് ബൈബിൾ എടുത്തു മാറ്റി. പിന്നെ അവളെ ഇരുകൈകൾ കൊണ്ടും സാവധാനം കോരിയെടുത്തു. ഒരു വെള്ളാമ്പൽ പൂവ് പോലെ അവൾ അയാളുടെ കൈകൾക്കുള്ളിൽ തൂങ്ങിക്കിടന്നു. അയാൾ സോഫിയയെ മെത്തയിൽ കിടത്തി. കമ്പിളിപ്പുതപ്പ് കൊണ്ട് കഴുത്തുവരെ മൂടിയിട്ട് അവളുടെ പാദങ്ങൾ രണ്ടും തിരുമ്മി ചൂട് പിടിപ്പിച്ചു. പെട്ടെന്ന് സോഫിയ കണ്ണുകൾ തുറന്നു നോക്കി. സോളമൻ. അവളുടെ ചുണ്ടുകൾ വിറകൊണ്ടു. എന്തൊരു മണ്ടത്തരമാ സോഫിയ നീ കാണിച്ചേ? നിലത്ത് തണുത്തു വിറച്ച്. ഞാൻ മരിച്ചു പോട്ടെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തിന്? ഇതിലും ഭേദം ആ നരകത്തിൽ തന്നെ ജീവിക്കാൻ എന്നെ അനുവദിച്ചാൽ മതിയായിരുന്നു. എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പറയാം. സോഫിയ, നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഇപ്പോൾ ഞാൻ നിന്റെ ആരാണ്? അയാൾ ചോദിച്ചു. എന്റെ രാജാവ്, സോളമൻ രാജാവ്. അയാൾ പുഞ്ചിരിച്ചു. ഞാൻ രാജാവല്ല, വെറും സോളമൻ മാത്രം. നീ എന്റെ ആരാണ്? ആരുമല്ല, അടുത്ത വീട്ടിലെ പെൺകുട്ടി മാത്രം. നിന്നോടൊപ്പം ക്ഷയിക്കാൻ എനിക്ക് ഒരവകാശവുമില്ല സോഫിയ. മനസ്സിലാകാത്ത മട്ടിൽ അവൾ അയാളെ നോക്കി. നിന്റെ കഴുത്തിൽ മിന്നുകിട്ടി നിന്നെ സ്വന്തമാക്കിയാൽ മാത്രമേ എനിക്ക് നിന്നോടൊപ്പം ഉറങ്ങാൻ കഴിയൂ. അല്ലാതെ അങ്ങനെ ചെയ്താൽ അത് പാപമാണ്, അല്ലേ? അതെ എന്നർത്ഥത്തിൽ അവൾ മെല്ലെ തല കുലുക്കി. ഇന്ന് തന്നെ പള്ളിയിൽ പോയി ഞാൻ അലോഷ്യസ് അച്ഛനെ കാണും. നമ്മുടെ കാര്യം പറയും. അദ്ദേഹം പള്ളിയിൽ വെച്ച് നമ്മുടെ വിവാഹ ശുശ്രൂഷ നടത്തും. അതിനുശേഷം നമ്മൾ... സോഫിയയുടെ ചുണ്ടുകളിൽ പെട്ടെന്ന് പുഞ്ചിരിയുടെ നിലാവ് പരന്നു. ഞാൻ വിചാരിച്ചു, ദൈവമേ, ഞാൻ വിചാരിച്ചു. ബാക്കി പറയാനാവാതെ അവൾ അയാളുടെ ബലിഷ്ഠമായ കൈത്തണ്ടയിൽ അമർത്തിപ്പിടിച്ചു. അയാൾ അവളുടെ അളകങ്ങൾ ഒതുക്കി വെച്ചു. എനിക്കിപ്പോ എല്ലാം ബോധ്യായി. സോളമൻ പറഞ്ഞതാണ് ശരി. അതുവരെ ഞാൻ നിന്റെ കൂടാര വീട്ടിൽ കടക്കുകയില്ല. നിന്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. ഞാൻ എന്റെ കണ്ണിന് ഉറക്കവും എന്റെ കൺപോളകൾക്ക് മയക്കവും കൊടുക്കുകയില്ല, അവൾ പറഞ്ഞു. സോളമൻ അവളുടെ കൈപിടിച്ചുയർത്തി. എന്റെ പ്രിയേ, എഴുന്നേൽക്കുക. എന്റെ സുന്ദരി, വരിക. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരിക. സോഫിയയുമൊത്ത് സോളമൻ മുന്തിരിത്തോട്ടത്തിലെ മഞ്ഞിലൂടെ മെല്ലെ നടന്നുപോയി. പ്രഭാത കുർബാന കഴിഞ്ഞ് അലോഷ്യസ് അച്ഛൻ പ്രാതൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാഴ്സണേജിന് വെളിയിൽ ഒരു ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. ലൂക്കോസേ, അതാരാ വന്നതെന്ന് നോക്കിക്കേ. കുഷിനിക്കാരൻ അപ്പം വിളമ്പുമ്പോൾ അച്ഛൻ പറഞ്ഞു. ലൂക്കോസ് വെളിയിലേക്ക് പോയിട്ട് ഉടൻ തന്നെ തിരിച്ചു വന്നു. അത് നമ്മുടെ മുന്തിരിത്തോട്ടത്തിലെ സോളമനാണച്ചോ, അയാൾ ഉണർത്തിച്ചു. എങ്കി ഇരിക്കാൻ പറ. അതൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഞാൻ വന്നേ. അച്ഛൻ അടുപ്പമുള്ളവൻ ആരൊക്കെയാണെന്ന് ലൂക്കോസിനറിയാം. ഭക്ഷണം കഴിഞ്ഞ് അച്ഛൻ ചെന്നപ്പോൾ സോളമൻ സ്വീകരണ മുറിയിലില്ലായിരുന്നു. അയാൾ മുറ്റത്തുള്ള അത്തിമര ചൂട്ടിൽ നിൽക്കുകയായിരുന്നു. സോളമൻ, അച്ഛൻ വിളിച്ചു.
ഗുഡ് മോർണിംഗ് അച്ചോ. എന്താ സോളമ്മ വിശേഷം? വിശേഷിച്ചൊന്നുമില്ലച്ചോ. അയാളൊന്ന് പരിങ്ങി. ഒരു വിശേഷവുമില്ലാതെ ഇത്രയും ദൂരം വണ്ടിയോടിച്ച് നീ ഇവിടെ വരത്തില്ലെന്ന് എനിക്കറിയാമടാ. വാ, നമുക്ക് ഓഫീസ് മുറിയിലിരുന്ന് സംസാരിക്കാം. അച്ഛൻ മേശയുടെ പിന്നിലുള്ള കസേരയിലിരുന്നു. എതിർവശത്തുള്ള കസേരയിൽ സോളമനും ഇരുന്നു. ഇനി പറ. പിന്നിലേക്ക് ചാരി അച്ഛൻ കാത്തു. ഒരു സഹായം അഭ്യർത്ഥിക്കാനാണച്ചോ ഞാൻ വന്നത്. ഞാൻ സ്നേഹിക്കുന്നൊരു പെൺകുട്ടിയുണ്ട്, സോഫിയ. അച്ഛൻ എനിക്ക് അവളെ കെട്ടിച്ചു തരണം. അതിന് അവൾ എന്റെ മകളല്ലല്ലോ മകനെ. അച്ഛൻ തമാശ പറഞ്ഞു. കളിയല്ലച്ചോ ഇത്. ഞാൻ അവളെ ഇങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛൻ അവളെ എനിക്ക് ഭാര്യയാക്കി തരണം. പെട്ടെന്ന് അലോഷ്യസിന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. കൊണ്ടുവന്നിട്ടുണ്ടെന്നോ? ഇവിടെയല്ല, എന്റെ താമസ സ്ഥലത്ത്. നടന്ന കാര്യങ്ങളെല്ലാം അച്ഛനോട് സോളമൻ വിശദമായി പറഞ്ഞു. പൈലോക്കാരൻ അവളെ നശിപ്പിച്ച കാര്യം മാത്രം അയാൾ പറയാതെ വിട്ടു. എല്ലാം കേട്ടിട്ട് അച്ഛൻ തലകുലുക്കി. ഞാൻ നടത്തിത്തരാം. പക്ഷേ വിവാഹ ശുശ്രൂഷ ചെയ്യുമ്പോൾ പെണ്ണിന്റെയും ചെറുക്കന്റെയും മാതാപിതാക്കളുടെ അനുവാദവും ആശീർവാദവും വേണം. അവരുടെ സമ്മതമില്ലാതെ പറ്റില്ല. എന്റെ മമ്മയെ ഞാൻ കൊണ്ടുവരാം. ആ കുട്ടിയുടെ അപ്പനമ്മമാരോ? അത് ബുദ്ധിമുട്ടാണിച്ചോ. എങ്കിൽ കെട്ട് നടത്തിത്തരാൻ ബുദ്ധിമുട്ടാകും സോളമൻ. നമുക്ക് ചില ആചാരങ്ങളും നടപടിക്രമങ്ങളുമുണ്ട്. അത് പാലിക്കാതെ പറ്റില്ല സോളമ. സോളമൻ ഒന്ന് പകച്ചു. പക്ഷെ അച്ചോ? അല്ല സോളമൻ, എത്ര നിർബന്ധിച്ചാലും എന്റെ തീരുമാനത്തിന് മാറ്റമുണ്ടാകത്തില്ല. അതിനാണേൽ നീ ഇവിടെ ഇരിക്കുകയും വേണ്ട. അച്ഛൻ എഴുന്നേറ്റു. ഒന്നും പറയാനില്ലാതെ സോളമൻ എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി. സ്വപ്നങ്ങൾ മുഴുവൻ തകർന്നവനെ പോലെ അയാൾ നിന്നു. പെട്ടെന്ന് മുന്തിരിവള്ളിയിൽ മേൽ മഴ പെയ്യാൻ തുടങ്ങി. സോഫിയ നോക്കിയപ്പോൾ മുന്തിരിത്തോട്ടത്തിന് മീതേക്ക് നനുത്ത മഴ നൂലുകൾ പോലെ വന്നു വീഴുന്നു. മുന്തിരിവള്ളികൾ തലയിളക്കി മഴ നനയുന്നു. പുരോഹിതനെ കാണാൻ സോളമൻ പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ആശങ്കയുടെ ഒരു കറുത്ത നിഴൽ വന്നു വീണു. അച്ഛനെന്തെങ്കിലും തടസ്സം പറയുമോ സോളമനോട്? ഏയ് ഇല്ല. ദൈവം ഇനിയും പരീക്ഷിക്കേയില്ല. സോഫിയ കിച്ചണിലേക്ക് ചെന്നു. മസാലയിൽ വേകുന്ന കോഴിയുടെ മണം അടുക്കളയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അവളെ കണ്ട് പുകയിലക്കറിയുള്ള പല്ലുകൾ കാട്ടി മാത്തച്ഛൻ ചിരിച്ചു. സോളമൻ ഇതുവരെ വന്നില്ല അല്ലയോ? ഇല്ല, കുറച്ച് ദൂരമുണ്ടേ. 7 കിലോമീറ്ററുണ്ട് പള്ളിയിലേക്ക്. എന്നാലും ഒരു ഞായറാഴ്ചയും മുടങ്ങാതെ ആദ്യ കുർബാനയ്ക്ക് സോളമൻ പോകും. അവൾ മന്ദഹസിച്ചു. മുക്ക് കാപ്പി വേണോ? അയാൾ ചോദിച്ചു. വേണ്ട മാത്തച്ചായ. എന്നാലും മാത്തച്ചായൻ കുറച്ച് കാപ്പി തരാൻ പോവാ. ഈ തണുപ്പത്ത് ഇത്തിരി ചൂട് കാപ്പി കുടിച്ചാ ഒരു സുഖം കിട്ടും. അയാൾ മഗ്ഗിലേക്ക് പകർന്നു കൊടുത്ത കാപ്പി അവൾ നിഷേധിച്ചില്ല. കരുപ്പെട്ടിയും ഒലുവയും ചേർത്തുണ്ടാക്കിയ കാപ്പിയായിരുന്നു അത്. ആവി പറക്കുന്ന കാപ്പിയുടെ സുഖകരമായ ഗന്ധം അവളൊന്ന് മണത്തു. മാത്തച്ഛൻ മൃദുവായ പാലപ്പം ചുട്ടെടുക്കുന്നത് നോക്കി കിച്ചണിലെ സൈഡ് ടേബിളിൽ ചാരി നിന്നുകൊണ്ട് അവൾ അല്പാൽപമായി കാപ്പി കുടിച്ചു. മാത്തച്ചായൻ എത്ര നാളായി ഇവിടെ വന്നിട്ട്? സോഫിയ വെറുതെ ചോദിച്ചു. സോളമന്റെ പപ്പ ഇവിടെ മുന്തിരിത്തോട്ടം മേടിച്ചപ്പോ ഞാനിവിടെ ഉണ്ട് മോളെ. അദ്ദേഹം മരിക്കുമ്പോ സോളമൻ ഫുട്ബോളും കളിച്ച് ടാങ്കർ ലോറിയും ഓടിച്ച് രസിച്ച് നടക്കുമായിരുന്നു. പിന്നെ തോട്ടം സോളമന്റെ ചുമതലയിലായി. മാത്തച്ഛൻ പഴയ കാര്യങ്ങൾ ഓർത്തു. സോളമൻ നല്ല കൃഷിക്കാരനാ അല്ലയോ? മാത്തച്ഛൻ പ്രസന്ന മധുരമായി പുഞ്ചിരിച്ചു. മോള് തോട്ടം മുഴുവനൊന്ന് കണ്ടു നോക്ക്. അപ്പോഴറിയാം സോളമന്റെ അധ്വാനം. പുറത്ത് ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം അവർ കേട്ടു. സോളമൻ വന്നല്ലോ. കാപ്പിക്കപ്പ് വെച്ചിട്ട് സോഫിയ മുൻവശത്തേക്കോടി. അവൾ ചെന്നപ്പോൾ സോളമൻ ജീപ്പിൽ നിന്നിറങ്ങിയായിരുന്നു. അവൾ പ്രതീക്ഷിച്ച സന്തോഷം അവന്റെ മുഖത്ത് കണ്ടില്ല. പോയ കാര്യം നടന്നില്ലയോ? വ്യാകുലതയോടെ അവൾ ചോദിച്ചു. അച്ഛൻ അവിടെ ഇല്ല. ധ്യാനത്തിന് പോയിക്കുവാ. ഇനി 4 ദിവസം കഴിഞ്ഞേ വരൂ. സോഫിയയുടെ മുഖം വാടി. നമ്മൾ അതുവരെ കാത്തിരിക്കാതെ പറ്റില്ല. മുന്തിരിവള്ളി പൂത്തുപോയെന്നും മാതൃനാരകം തളരിട്ടുപോയെന്നും നോക്കി അതുവരെ നമുക്ക് ചുറ്റി നടക്കാം. അയാൾ പുഞ്ചിരിച്ചപ്പോൾ അവൾ ചുണ്ടുകളിൽ അത് ഏറ്റെടുത്തു. മാത്തച്ഛൻ 2 പേർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഉച്ച കഴിഞ്ഞ് ഞാൻ ഗുൽബർഗയിലേക്ക് പോകും. കഴിക്കുന്നതിനിടയിൽ സോളമൻ പറഞ്ഞു. അതെന്തിനാ? സോഫിയ ചോദിച്ചു. വിളവെടുപ്പ് തുടങ്ങാറായില്ലേ? സ്ഥിരമായി നമ്മുടെ ചരക്ക് മേടിക്കുന്ന ചില മൊത്തക്കച്ചവടക്കാർ അവിടെയുണ്ട്. അവരെ കാണണം. മാത്തച്ഛൻ അപ്പോൾ സോളമനെ ഒന്ന് നോക്കി. അയാൾ നോട്ടം കണ്ടില്ലെന്ന് നടിച്ചു. പോയിട്ടെപ്പം വരും? അവൾ വിഷമത്തോടെ ചോദിച്ചു. ഇന്ന് തിരിച്ചു വരാൻ പറ്റില്ല. നാളെ വൈകുന്നേരത്തോടെ. മാത്തച്ഛൻ ഇവിടെ ഉണ്ടല്ലോ. സോഫി ഒന്നും കൊണ്ടും പേടിക്കേണ്ട. സോളമൻ എഴുന്നേറ്റ് കൈ കഴുകി. അയാൾ പുറത്തേക്കിറങ്ങിയപ്പോൾ മാത്തച്ഛൻ പിന്നാലെ ചെന്നു. ഞാൻ ഗുൽബർഗയിലേക്കല്ല പോകുന്നത്, സോളമൻ പറഞ്ഞു. അതെനിക്ക് അപ്പം തന്നെ മനസ്സിലായി. ബാംഗ്ലൂരിലേക്ക് പോവാണ്. സോഫിയയുടെ ഡാഡിയെയും മമ്മിയെയും കാണാം. അവരുടെ സമ്മതമില്ലാതെ കെട്ടു നടത്താൻ പറ്റത്തില്ലെന്നാണ് അച്ഛൻ പറഞ്ഞത്.
അതിന് അവർ സമ്മതിക്കുമോ കുഞ്ഞെ? മാത്തച്ഛൻ ആശങ്കയോടെ അയാളെ നോക്കി. പൈലോക്കാരൻ സമ്മതിക്കത്തില്ല. പക്ഷെ കാല് പിടിച്ചു പറഞ്ഞാൽ ഒരു പക്ഷേ. സോഫിയെ സ്വന്തമാക്കാൻ ഞാൻ എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും ഫാത്തിച്ചായ. ഉറച്ചതായിരുന്നു സോളമന്റെ സ്വരം. തൽക്കാലം സോഫിയ ഒന്നും അറിയണ്ട. ഇതൊക്കെ അറിഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ കഴിയത്തില്ല. സോഫിയ മോൾ ഒന്നും അറിയത്തില്ല കുഞ്ഞെ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞപ്പോൾ എയർബാഗിൽ സോളമൻ 2 ദിവസത്തേക്കുള്ള വസ്ത്രങ്ങൾ എടുത്തു വെച്ചു. സോഫിയ അപ്പോൾ അയാളുടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഏത് വണ്ടിയിലാ പോകുന്നേ? അവൾ ചോദിച്ചു. ബൈക്കിൽ. അതൊരു രസമാ. ഒരിക്കൽ സോളമൻ ബൈക്കിൽ ബാംഗ്ലൂരിൽ നിന്ന് വന്നത് അവൾക്ക് ഓർമ്മ വന്നു. സൂക്ഷിക്കണേ, അധികം സ്പീഡിൽ പോകല്ലേ, അവൾ അപേക്ഷിച്ചു. ഇനി എന്തും സൂക്ഷിച്ചേ ചെയ്യൂ. കാരണം വീട്ടിലൊരാൾ എന്റെ വരവും കാത്തിരിപ്പുണ്ടല്ലോ, തമാശമാട്ടിൽ സോളമൻ പറഞ്ഞു. ലജ്ജ കൊണ്ട് സോഫിയയുടെ കവിളുകൾ രണ്ടും ചുവന്നു. അപ്പോൾ അവളെ ചുംബിക്കാൻ അയാൾക്ക് ആഗ്രഹം തോന്നി. പക്ഷേ അയാൾ അതടക്കി. മാത്തച്ഛനോടും സോഫിയയോടും യാത്ര പറഞ്ഞ് സോളമൻ യാത്ര പുറപ്പെട്ടു. എലിസബത്ത് കോളേജ് ബസ്സിൽ നിന്നിറങ്ങിയപ്പോൾ ആന്റണി സൈക്കിളുമായി അവളെ കാത്ത് അല്പം മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടവൾ വേഗം അടുത്തേക്ക് ചെന്നു. ആന്റപ്പനെ കാണാൻ പറ്റണേന്ന് പ്രാർത്ഥിച്ചോണ്ടാണ് ഞാൻ വന്നത്, അവൾ പറഞ്ഞു. എന്താ കാര്യം? സോളമനിച്ചാന്റെയും സോഫിയയുടെയും വല്ല വിവരവും അറിയാൻ കഴിഞ്ഞോ? ഉത്കണ്ഠയോടെ അവൾ ചോദിച്ചു. ഇല്ല, മുന്തിരിത്തോട്ടത്തിലല്ലേ താമസം. ഫാം ഹൗസിൽ ഫോൺ കണക്ഷനൊന്നുമില്ല. അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കാമായിരുന്നു, ഖേദത്തോടെ ആന്റണി പറഞ്ഞു. അവർ മെല്ലെ നടന്നു. സോളമനിച്ചാനല്ലേ അവളെ കൊണ്ടുപോയത്. അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ അമ്മച്ചിക്ക് നല്ല സങ്കടമുണ്ട്. എന്തിനാ സങ്കടപ്പെടുന്നേ? രക്ഷപ്പെട്ടു എന്നോർത്ത് ആശ്വസിക്കുകയല്ലേ വേണ്ടത്? ശരിയാ, പക്ഷെ ആന്റണിക്ക് അവിടെ വരെ ഒന്ന് പോകാമോ? വിശേഷങ്ങളൊക്കെ അറിയാമല്ലോ, അവൾ അഭ്യർത്ഥിച്ചു. പോയാൽ കൊള്ളാമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ക്ലാസ് കളഞ്ഞിട്ട് എങ്ങനെയാ? എന്തായാലും വരുന്ന ശനിയാഴ്ച ഒന്ന് പോകാമെന്നാ വിചാരിക്കുന്നേ. അത് കേട്ടപ്പോൾ എലിസബത്തിന്റെ മുഖത്ത് ആശ്വാസഭാവം തെളിഞ്ഞു. റോഡിന്റെ ഓരം ചേർന്ന് സംസാരിച്ചുകൊണ്ട് അവർ മെല്ലെ നടന്നു. പിന്നിൽ നിന്നപ്പോൾ ഒരു മോപ്പഴ വരുന്ന ശബ്ദം കേട്ട് എലിസബത്ത് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവൾ ഭയപ്പെട്ടതുപോലെ വക്കച്ചനായിരുന്നു അത്. അവരുടെ മുമ്പിലേക്ക് വന്ന് അയാൾ വണ്ടി നിർത്തി. എലിസബത്ത് കോളേജിൽ നിന്ന് വരുന്ന വഴിയാ? അയാൾ ചോദിച്ചു. അവൾ തല കുലുക്കി. ഞാനത് വഴിക്കാ വരുന്നോ? ഇല്ല. വക്കച്ചൻ രൂക്ഷഭാവത്തിൽ ആന്റണി ഒന്ന് നോക്കി. അവൻ മിണ്ടിയില്ല. കോളേജ് വിട്ടാൽ കണ്ടെടുത്തൊക്കെ ചുറ്റിത്തറിയാതെ നേരെ വീട്ടിലേക്ക് പൊക്കിയോണം, മനസ്സിലായോ? അധികാരഭാവത്തിൽ അയാൾ എലിസബത്തിനോട് പറഞ്ഞു. എനിക്ക് വക്കച്ചന്റെ ഉപദേശമൊന്നും ആവശ്യമില്ല, ഒന്ന് പോയാട്ടെ, അനിഷ്ടത്തോടെ അവൾ പറഞ്ഞു. അമർത്തിയൊന്ന് മൂളിയിട്ട് അയാൾ വണ്ടി വിട്ടു. അയാളെ കണ്ടുകൂടാ എനിക്ക്. അതെന്താ? ആന്റണി ചോദിച്ചു. ചേച്ചിയെ കിട്ടിയില്ലല്ലോ, ഇപ്പം എന്റെ മേലെ അയാളുടെ കണ്ണ്. ചത്താലും ഞാൻ സമ്മതിക്കത്തില്ല, അവൾ പറഞ്ഞു. നിശബ്ദരായിട്ടാണ് അവർ നടന്നത്. നാളെ കാണാം ആന്റപ്പാ. വീടിനടുത്ത് എത്തിയപ്പോൾ എലിസബത്ത് യാത്ര പറഞ്ഞു പോയി. ആന്റണി റോസ് കോട്ടേജിൽ ചെന്നപ്പോൾ മുൻവശത്തെ മുറിയിൽ റീതാമാവിയുണ്ട്. അവർ എന്തോ ചിന്തിച്ചിരിക്കുക